അല്പസമയം മുൻപ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രന്റെ മൃതദേഹം പാലാരിവട്ടത്തുള്ള റിനൈ മെഡിസിറ്റിയിലേക്കാണ് കൊണ്ടുവരിക. ഇവിടുത്തെ മോർച്ചറിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിക്കുക. അദ്ദേഹത്തിൻ്റെ വീടും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ റിനൈ മെഡിസിറ്റിയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം എത്തിക്കുക. തുടർന്ന് നാളെയും മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിക്കുക. മറ്റന്നാളായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏകദേശം 7 മണി മുതൽ 9 മണി വരെ ചെങ്ങമ്പുഴ പാർക്കിലായിരിക്കും പൊതുദർശനം നടത്തുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. ശേഷം ഏകദേശം ഒരു 12 മണിയോടുകൂടി തന്നെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കും. നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ കൂടി എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പൊതുപ്രവർത്തകരടക്കം രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേരാണ് ഒരു നാടാകെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാകെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നത്. ഇവിടെയും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും മക്കളോടും അതോടൊപ്പം തന്നെ ഭാര്യയോടും ചെറുമക്കളോടും ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിന് പോയി ഒരുപിടി നല്ല ഓർമ്മകളുമായി അദ്ദേഹം തിരിച്ചെത്തുമെന്ന് കരുതിയെങ്കിലും ചേതനേറ്റ ശരീരമായി അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹത്തിനെ അറിയാവുന്ന ബന്ധുക്കളൊക്കെ, അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇതറിഞ്ഞപ്പോൾ ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്നൊരു സൂചന മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ ഓരോരുത്തരും, ഓരോ കേരളീയരും ഒരു മലയാളി ആയിരിക്കല്ലേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ അത് മലയാളിയാണ് എന്നൊരു സ്ഥിരീകരിച്ചു. ആ വാർത്തയൊക്കെ തന്നെ നമ്മൾ ഞെട്ടലോടുകൂടെ തന്നെയാണ് കേട്ടത്. അതറിഞ്ഞ ഉടൻ തന്നെ ഇടപ്പള്ളിയിലെ 38-ാം ഡിവിഷനിലുള്ള നിരഞ്ജനം എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തുകയുണ്ടായി. എല്ലാ ആളുകളും, നാട്ടുകാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളുമെല്ലാം ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തേക്ക് എത്തുകയുണ്ടായി. ഏറെ വേദനയോടുകൂടി തന്നെയായിരുന്നു എൻ രാമചന്ദ്രൻ്റെ ഓർമ്മകൾ അവരെല്ലാം തന്നെ പങ്കുവച്ചത്. പൊതുപ്രവർത്തകനായിരുന്നു, എല്ലാ വിഷയത്തിലും സജീവമായ പങ്കുവച്ചത്.